Bahrain Roundup, brought to you by Lulu International Exchange, Al Hilal Hospital and Medical Center, and Arjun Chess Academy. നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 11 ബുധനാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ ഉപഭോക്താക്കൾക്ക് വാർഷിക ധനസഹായം നൽകാൻ ബഹ്റിൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഉത്തരവിട്ടു. RHF സ്പോൺസർ ചെയ്യുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. കുടുംബങ്ങൾക്ക് പെരുന്നാൾ ആഘോഷങ്ങൾക്കായി സഹായം കൃത്യസമയത്ത് തന്നെ കൈമാറാൻ രാജാവ് നിർദ്ദേശം നൽകി. രാജാവിൻ്റെ ഈ കരുതൽ ബഹ്റിൻ്റെ സാമൂഹിക ഐക്യദാർഢ്യത്തിൻ്റെ അടയാളമാണെന്ന് ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ പറഞ്ഞു. ബഹ്റിനെ ലക്ഷ്യമിട്ടെത്തിയ 106 മിസൈലുകളും 177 ഡ്രോണുകളും ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് വിജയകരമായി തകർത്തു. രാജ്യത്തിൻ്റെ വ്യോമപാത സുരക്ഷിതമാണെന്നും സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും BDF ജനറൽ കമാൻഡ് അറിയിച്ചു. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സൈന്യം വ്യക്തമാക്കി. ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരണമെന്നും ജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു. തകർന്നു വീണ അവശിഷ്ടങ്ങളുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നിർദ്ദേശമുണ്ട്. മേഖലയിലെ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ബഹ്റിനിലെ മാധ്യമപ്രവർത്തകർ പുലർത്തിയ ഉത്തരവാദിത്തത്തെ ബഹ്റിൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ അഭിനന്ദിച്ചു. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി വസ്തുനിഷ്ഠമായി വാർത്തകൾ നൽകിയത് ജനങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിച്ചതായി അസോസിയേഷൻ വിലയിരുത്തി. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്ന സേനകളെ പ്രശംസിച്ച അസോസിയേഷൻ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കിയ ഇൻഫർമേഷൻ മന്ത്രാലയത്തിനും നാഷണൽ കമ്മ്യൂണിക്കേഷൻ സെന്ററിനും നന്ദി അറിയിച്ചു. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിലെ ഒരു വിദേശി എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അതോറിറ്റിയിലെ മുഴുവൻ വിദേശ ജീവനക്കാരുടെയും രേഖകൾ പരിശോധിക്കും. വൈദ്യുതി കാര്യമന്ത്രി യാസർ ഹുമൈദാനാണ് ഇക്കാര്യം അറിയിച്ചത്. വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന ഇയാൾക്കെതിരെയുള്ള ക്രമക്കേട് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 2020 മുതൽ കേസ് പ്രോസിക്യൂഷന് കൈമാറിയിരുന്നു. ഇതിൽ 2025 ഓഗസ്റ്റിൽ കോടതി വിധി പുറപ്പെടുവിച്ചു. പ്രമുഖ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയായിരുന്നു ഇയാളെന്നും മന്ത്രി വ്യക്തമാക്കി. അപകടകാരികളായ മൃഗങ്ങളെ വളർത്തുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും കർശന നിയന്ത്രണങ്ങളും ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്ന നിയമത്തിന് ബഹ്റിൻ പാർലമെൻറ്റ് അംഗീകാരം നൽകി. ലൈസൻസ് ഇല്ലാതെ ഇത്തരം മൃഗങ്ങളെ കൈവശം വെക്കുന്നത് നിരോധിച്ചു. ഇത്തരം മൃഗങ്ങളുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാം. സ്ഥിരമായ വൈകല്യം സംഭവിച്ചാൽ 3 മുതൽ 7 വർഷം വരെ തടവും അനുഭവിക്കേണ്ടി വരും. അക്രമാസക്തരാകാൻ സാധ്യതയുള്ള ജീവികളെയും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന മൃഗങ്ങളുടെ പട്ടിക ക്യാബിനറ്റ് അംഗീകാരത്തോടെ മന്ത്രാലയം ഉടൻ പുറത്തിറക്കും. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് ബഹ്റിൻ വ്യോമപാത താൽക്കാലികമായി അടച്ചതിനെ തുടർന്ന് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി ബഹ്റിൻ വിമാനത്താവളത്തിലുണ്ടായിരുന്ന വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് മാറ്റി. ഗൾഫ് എയർ വിമാനങ്ങളും ചരക്ക് വിമാനങ്ങളുമാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പുനർവിന്യസിച്ചത്. യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും സുരക്ഷ കണക്കിലെടുത്താണ് സിവിൽ ഏവിയേഷൻ അഫയേഴ്സ് ഈ നടപടിയെടുത്തത്. വ്യോമപാത തുറക്കുന്ന മുറയ്ക്ക് മാത്രമേ വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. അൽമന്നായി കമ്മ്യൂണിറ്റി സെൻറ്റർ മലയാള വിഭാഗം സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു.
സെൻറ്റർ ഭാരവാഹികളായ ഹംസ കെ ഹമദ്, ടി പി അബ്ദുൽ അസീസ്, എം റിസാലുദ്ദീൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മാനവിക മൂല്യങ്ങൾ മുൻനിർത്തിയുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ അൽമന്നായി ശാസ്ത്രീയ വിദ്യാഭ്യാസ വിഭാഗം മേധാവി ഡോക്ടർ സഅദുല്ല അൽ മുഹമ്മദി പ്രശംസിച്ചു. നിരവധി പേർ പങ്കെടുത്ത ക്യാമ്പിന് വിവിധ സാമൂഹിക പ്രവർത്തകർ മേൽനോട്ടം വഹിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ബ്ലഡ് ബാങ്കിൻ്റെ അഭ്യർത്ഥന പ്രകാരം ബഹ്റിൻ നവകേരള സൽമാനി ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 75-ലധികം പ്രവർത്തകർ പങ്കെടുത്ത ക്യാമ്പിന് പ്രസിഡന്റ് NK ജയൻ, ജേക്കബ് മാത്യു, AK സുഹൈൽ എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ കാരുണ്യ സംരംഭം ഒരുക്കിയത്. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.